ഹലോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ ഇത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ പാർട്ട് 4 ആണ്. പിന്നെ ഞാൻ ഇന്ന് ഒരു സ്റ്റിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് പതിയേനെ അത് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് ചിലർക്കത് മനസ്സിലാവുന്നില്ലല്ലോ, മനസ്സിലാവാതെയും പോവാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് വെച്ചാൽ അതൊരു മാജിക് തന്നെയാണ്. അതിനകത്ത് ഒരു ത്രെഡല്ല വേണ്ടത്, 2 കളറിലുള്ള ത്രെഡ് എടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കും വൈറ്റിലും വെച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ? അതുപോലെ 2 കളർ ത്രെഡ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അടിയിൽ നിന്ന് കുത്തി എടുക്കുക കേട്ടോ. അങ്ങനെ അടിയിൽ നിന്ന് കുത്തി നമ്മൾ എടുത്തതിന് ശേഷം ത്രെഡ് മൊത്തത്തിൽ വലിച്ചെടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ വീണ്ടും സൂചി കുത്തിയെടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. തൊട്ടടുത്ത് നിന്ന് തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ നേരത്തെ ചെയ്തില്ലയോ, നോർമൽ ചെയിൻ സ്റ്റിച്ചും ഹെവി ചെയിൻ സ്റ്റിച്ചും സെയിം തന്നെയാണ്. അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം സൂചി കുത്തി വെച്ചിട്ട് കൂട്ടത്തിൽ ഒരു കളർ നൂല് അതിൽ ചുറ്റിക്കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിയിലൂടെ, സൂചിയുടെ അടിയിലൂടെ നിന്ന് എടുത്തിട്ട് വലിച്ചിട്ട് ഏത് ത്രെഡാണ് ഇത്തിരി പുലം കൂടുതലായിട്ട് കിടക്കുന്ന കണ്ടില്ലയോ, ആ ത്രെഡ് അങ്ങ് വലിച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇപ്പോൾ മഞ്ഞ ത്രെഡാണ് വലുതായി കിടക്കുന്നുണ്ടെങ്കിൽ മഞ്ഞ ത്രെഡ്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കളർ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ ആ കളർ ത്രെഡ് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. സ്റ്റിച്ച് ക്ലിയർ ആവും കേട്ടോ. അതുപോലെ വീണ്ടും അതിൻ്റെ അടുത്തുനിന്ന് തന്നെ സൂചി കുത്തിയെടുക്കുക. ആദ്യം നമ്മൾ മഞ്ഞയാണെന്നുണ്ടെങ്കിൽ അടുത്ത പർപ്പിൾ കളർ അതൊന്ന് സൂചിൻ്റെ അടിയിൽ കൂടെ ചരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ മൊത്തം വലിച്ചെടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിൽ ഏത് ത്രെഡാണ് കൂടുതലായിട്ട് കിടക്കുന്നത് ആ ത്രെഡ് മാത്രം പിടിച്ച് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ച് ടൈറ്റിൽ എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റിലല്ല, ഒരു ചെറിയൊരു ടൈറ്റിൽ വലിച്ച് പിടിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പോകണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഏത് കളറാണോ കൊടുക്കണം നെക്സ്റ്റ് രണ്ടാമത്തെ കളർ തന്നെ കൊടുക്കണം കേട്ടോ. കളർ അങ്ങ് മാറിയും തിരിഞ്ഞും പോകരുത്. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മഞ്ഞ കൊടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഞാൻ മഞ്ഞ തന്നെയാണ് കൊടുത്തത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോടാന്നും പറഞ്ഞിട്ട് പിന്നീടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ അടുത്ത് ഈ റിങ് ഇല്ലയെന്ന്. എടാ ഈ റിങ്ങിന് ഒരു 30 രൂപ അങ്ങനെ എന്തോ തന്നെ കേട്ടോ റേറ്റ് ഉള്ളത്. നമ്മുടെ ഫാൻസി സ്റ്റോറിൽ പോയിട്ട് ചോദിച്ചാൽ മതി എംബ്രോയ്ഡറി റിങ് വേണമെന്ന്, അവർ തരും കേട്ടോ, മേടിച്ചാൽ മതി. പിന്നെ ഈ സൂചി എന്ന് പറയുന്നത് പറഞ്ഞാൽ മതി, എംബ്രോയ്ഡറി നൂലിടാൻ പറ്റുന്ന സൂചി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരെടുത്ത് തന്നോളൂ കേട്ടോ. അത്രയേ ഉള്ളൂ, വലിയ റേറ്റ് ഒന്നും ഇല്ല. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട, അത് ചെയ്ത് കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, എൻ്റെ ആഗ്രഹം ഞാൻ ബാക്കി വെച്ചില്ലല്ലോ, ചെയ്തല്ലോ എന്ന്. പിന്നെ ഫൈനൽ അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ കെട്ടിടുന്നത് ഞാനൊന്ന് ഇതിൽ കൂടെ കാണിച്ചിരുന്നുണ്ട്. നമ്മളിതേ പുറത്തുകൂടെ കുത്തി ബേക്കിൽ കൂടെ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ കുത്തി എടുത്തിട്ട് ആ സെക്കൻഡ് വരുന്ന ആ ഹോളിലൂടെ എടുത്ത് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റിച്ച് നോക്കിക്കുക, സത്യത്തിൽ ആ പേര് പോലെ തന്നെ മാജിക് ചെയിൻ സ്റ്റിച്ച് പോലെ വന്നിട്ടില്ലയോ? ഇത് കാണുന്നവർ സത്യത്തിൽ പറയും ഇത് എങ്ങനെ ചെയ്തു എന്ന് ആരായിരുന്നാലും ചോദിക്കും കേട്ടോ. പിന്നെ ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ കൂടെ ചാനലിൽ ഇടുന്നുണ്ട്, അതും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ.